ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വളരെ സ്വാദിഷ്ടമായ വളരെ രുചികരമായ രീതിയിലൊരു കോരിക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സാധാരണ രീതിയിൽ ഞാൻ അരിഞ്ഞൊക്കെയാണ്, ഉള്ളിയൊക്കെ അരിഞ്ഞാണ് ഞാൻ കറി വയ്ക്കാറ്. പക്ഷേ നമ്മുടെ പണ്ടത്തെ കറികളൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പം നല്ല ടേസ്റ്റ് നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങനെ കറി വെച്ചാലും നമുക്ക് അതിൻ്റേതായ ആ ഒരു രുചി നമുക്ക് കിട്ടാറില്ല. കാരണം നമ്മൾ പെട്ടെന്ന് എങ്ങനെ കറി തയ്യാറാക്കാം നല്ല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി മുളകൊക്കെ ചതച്ച് നമ്മൾ കറി വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. അപ്പോൾ അമ്മിക്കല്ലിലൊന്നല്ല ഞാനിട്ട് ചതയ്ക്കുന്നത്, ചെറിയ ഉരുളുണ്ടല്ലോ, ഇപ്പം അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ചെറുതും നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് അതിലിട്ട് ചതച്ചെടുക്കാനായിട്ട് നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും പച്ചമുളകൊക്കെ കൂടി ചെറിയ ഉരുളിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സമയമൊക്കെ കൂടുതലെടുക്കും. എന്നാലും നമുക്ക് വളരെ രുചികരമായ രീതിയിൽ തന്നെ നമുക്ക് ഫിഷ് കറിയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം നമ്മൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഇതുപോലെ ചതച്ചെടുത്ത ഇഞ്ചിയും ഉള്ളിയൊക്കെ വെച്ച് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കറിക്ക് ടേസ്റ്റ് തോന്നും. അപ്പോൾ നമുക്കിനി ഈ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫിഷ് കറിക്കൊക്കെ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ അത് വഴറ്റാനായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അമ്മിക്കല്ലിലൊക്കെ വെച്ച് അരയ്ക്കണതാണെങ്കിൽ ടേസ്റ്റാണ്. അപ്പോൾ അമ്മിയൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവണമെന്നില്ല. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വഴണ്ട് വന്ന ഇഞ്ചി പച്ചമുളക് വേപ്പില എന്നിവയിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിലത്തെ ആ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ജാറ് കഴുകിയ ആ വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ തേങ്ങയുടെ രണ്ടാം പാല് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചടിച്ചതാണ്. നമ്മൾ അത് പിഴിഞ്ഞ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും കുടംപുളിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോഴും കുടംപുളിയൊക്കെ ഇത്തിരി കൂടുതലാണ് ഞാൻ ചേർക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലേ നമ്മൾ കറി വെച്ച് ചോറ് ഉണ്ണുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പുളിയായിട്ട് കിട്ടുള്ളൂ. കുടംപുളിയൊക്കെ കുറച്ച് മുന്നേ നിൽക്കണം. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ കൂരി വെട്ടിത്തെച്ച് കഴിയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അത് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനത് 15 മിനിറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഒരുവിധം മീനൊക്കെ നല്ലതുപോലെ വേവായിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം നല്ലതുപോലെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തലപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് തലപ്പാലാണ് എനിക്കിപ്പോൾ ഈ ഒരു തേങ്ങയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തിക്കായ തലപ്പാലാണ്.
എന്നിട്ട് തിളച്ച് വരുമ്പോൾ ഒത്തിരി തിളയ്ക്കരുത്. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ നിൽക്കരുത്. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഉള്ളിയും വേപ്പിലയൊക്കെ ഒന്ന് താളിച്ചിടാം. എന്നിട്ട് പതുക്കെ ഒന്ന് എല്ലായിടത്തേക്ക് ആ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. കാരണം അതിൻ്റെ ആ സ്മെല്ലൊക്കെ ശരിക്കും കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കറി തുറന്നു. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ രുചികരമായ ഒരു കോരിക്കറിയാണ് ഇത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ അമ്മിക്കല്ലിലിട്ട് അരച്ച് കറി വയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും ടേസ്റ്റ്, അതേ രുചിയിലാണ് കിട്ടുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പണ്ടത്തെ എൻ്റെ അമ്മച്ചിയൊക്കെ വെച്ച് തരുന്ന ആ കറിയുടെ ടേസ്റ്റൊന്നും ഇപ്പോൾ കറിക്ക് കിട്ടാറില്ലല്ലോ എന്ന്. പക്ഷെ ഞാനിപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് ആ രുചിയാണ് എനിക്ക് ഓർമ്മ വന്നത്. നല്ല രുചിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോരിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നമുക്ക് വളരെ സ്വാദിഷ്ടമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.